സംഗീതരാജൻ എന്നറിയപ്പെടുന്ന SP വെങ്കടേഷ് അന്തരിച്ചു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണിപ്പോൾ നൽകാനുള്ളത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. നമുക്കറിയാം, മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുത്തിയ നിരവധി ഗാനങ്ങളിലൂടെ, അതിപ്പോൾ ഭാവഗാനങ്ങളാണെങ്കിലും അടിപൊളി പാട്ടുകളാണെങ്കിലും എല്ലാ മേഖലയിലും, ഗാന ശൃംഖലയുടെ എല്ലാ മേഖലയിലും കൈവച്ച ഒരു വലിയ മനുഷ്യനാണ്, ഒരു സംഗീത സംവിധായകനാണിപ്പോൾ അന്തരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നിരവധി സിനിമകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തെടുക്കാനുണ്ട്. തമ്പി കണ്ണന്താനം 1986 സംവിധാനം ചെയ്ത രാജാവിൻ്റെ മകനിലൂടെ, അതിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളിലൂടെയാണ് SP വെങ്കടേഷ് മലയാളത്തിൽ സാന്നിധ്യം അറിയിച്ചത്. ആ സിനിമയുടെ പശ്ചാത്തല സംഗീതവും SP വെങ്കടേഷ് ആയിരുന്നു. പിന്നീട് ആ പശ്ചാത്തല സംഗീതമൊക്കെ പലതവണ ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വലിയ ഹിറ്റായിട്ടുള്ള പശ്ചാത്തല സംഗീതമൊക്കെ നമുക്കറിയാം. പല BGMകളും രാജാവിൻ്റെ മകനിലെ ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്ന കാര്യമാണ്. പിന്നീട് ഇന്ദ്രജാലം, പൈതൃകം, തുടർക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കിലുക്കം, ഹിറ്റ്ലർ, സോപാനം എന്നിങ്ങനെ നിരവധി സിനിമകളിലെ അതിഗംഭീരമായ ഭാവസാന്ദ്രമായ നിരവധി ഗാനങ്ങൾക്ക് SP വെങ്കടേഷ് ജന്മം നൽകി എന്നുള്ളതാണ്. ഒപ്പം അപ്പു, മഹായാനം, ദേവാസുരം തുടങ്ങിയ സിനിമകളുടെ പശ്ചാത്തല സംഗീതവും SP വെങ്കടേഷ് ആയിരുന്നു. മലയാളത്തിൽ SPV ഏറെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനായി അതിവേഗം വളരുകയായിരുന്നു. അദ്ദേഹം 1985 മുതൽ 2000 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 15 വർഷത്തോളം മലയാള സിനിമയിലെ നിറ സാന്നിധ്യമായി മാറി. 150 ചിത്രങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നു. കൂടാതെ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും ഈ കാലഘട്ടത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. സജീവ് C. വാര്യർ വിവരങ്ങളുമായി ചേരുകയാണ്. സജീവ് C. വാര്യർ, ഏത് മേഖലയിലും ഏത് തരത്തിലുള്ള ഗാനങ്ങളും വഴങ്ങുന്ന ഒരു സംഗീത സംവിധായകൻ എന്ന് തന്നെയാണ് SP വെങ്കടേഷിനെ നമുക്ക് വിശേഷിപ്പിക്കാനാവുക. അടുത്ത കാലത്ത് അദ്ദേഹം അത്ര സജീവമല്ലായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇപ്പോഴും മലയാളി മനസ്സുകളിൽ സൂപ്പർ ഹിറ്റുകളാണ്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒട്ടേറെ ഗാനങ്ങളുടെ നിർമ്മാണം, അതായത് ഗാനങ്ങളുടെ സംവിധാനം അദ്ദേഹത്തിൻ്റെതാണ്. സംഗീത സംവിധാനം ഏകദേശം 70 വയസ്സ് കഴിഞ്ഞു. 71-ാം വയസ്സ് അടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടാകുന്നത്. എന്നാൽ ഏറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മലയാളത്തിൽ കേട്ട് ആളുകൾ ഒപ്പം പാടിയ പാട്ടുകളുടെ ഒട്ടേറെ പാട്ടുകളുടെ സംവിധായകനാണ് അദ്ദേഹം. സംഗീത സംവിധായകനാണ്. സംഗീതരാജൻ എന്നാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഉണ്ടായത്. 1955 തമിഴ്നാട്ടിൽ അദ്ദേഹം ജനിച്ചത്. അച്ഛൻ മാൻഡറിൻ വിദഗ്ധനായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ശിക്ഷണം ലഭിച്ചിരുന്നു. മാൻഡറിൻ ഇതുപോലെ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റുകളിലെല്ലാം, അതായത് തന്ത്രി വാദ്യങ്ങളിലെല്ലാം തന്നെ വേണ്ട രീതിയിൽ പരിശീലനം ലഭിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഏകദേശം 3 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം സംഗീത രംഗത്തേക്ക് കാലെടുത്ത് വെച്ചു എന്ന് പറയാം. അതായത് സംഗീത പഠനത്തിൽ വീട്ടിൽ തന്നെ അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായ ഗാനങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് വളരാൻ സാധിച്ചത്. അതുകൊണ്ട് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഗാനരംഗത്തേക്ക് വന്നു. നമ്മുടെ മുൻകാല സംഗീത സംവിധായകരായ പലർക്കുമൊപ്പം, ഇപ്പോൾ ദേവരാജൻ മാഷും, ബാബുരാജ്, MK അർജുനൻ തുടങ്ങി ദക്ഷിണാമൂർത്തി സ്വാമി തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കാൻ സാധിച്ചു. ആദ്യം ഗിറ്റാറിസ്റ്റായിട്ടാണ് വരുന്നത്. മാൻഡലിനും അദ്ദേഹത്തിന് വേണ്ടത്ര വിജ്ഞാനമുണ്ടായിരുന്നു. ബാഞ്ചോ, ഇതിലെല്ലാം തന്നെ വേണ്ടത്ര ജ്ഞാനമുണ്ടായിരുന്ന സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. പിന്നീട് അത് പാശ്ചാത്യ സംഗീതധാരയിലും അതുപോലെ തെന്നിന്ത്യൻ സംഗീതധാരയിലുമെല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര കഴിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഈ ഓർക്കസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര മികവ് പുലർത്താൻ കഴിഞ്ഞത്. നേരത്തെ 1971 അദ്ദേഹം സിനിമാ രംഗത്തേക്ക് വരുന്നത്, രഞ്ജിത്ത്. പിന്നീട് 75 ആണ് അദ്ദേഹം കന്നഡ സിനിമയിൽ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് പ്രവേശിക്കുന്നത്. പിന്നീട് മലയാളത്തിലേക്ക് വരുന്നത് പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞാണ്. 83 മലയാളത്തിൽ സജീവമാകുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ആദ്യം എത്തുന്നത് നമ്മൾ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ MA എന്ന സിനിമയിലാണ് വരുന്നത് അദ്ദേഹം. പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറുന്നത് തമ്പി കണ്ണന്താനത്തിൻ്റെ വളരെ പ്രശസ്തമായ രാജാവിൻ്റെ മകൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതവും നിർവഹിച്ചുകൊണ്ടാണ്. അതിലെ പാട്ടുകൾ 2 പാട്ടുകളാണ്. 2 പാട്ടുകളും ഹിറ്റായിട്ടാണ് തുടക്കം. രാജാവിൻ്റെ മകൻ്റെ പശ്ചാത്തല സംഗീതവും വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് മലയാളത്തിനും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അവസരങ്ങൾ ലഭിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഓരോ പാട്ടും വളരെ ശ്രദ്ധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കണ്ണൂർ രാജിൻ്റെയും ദേവരാജൻ മാഷിൻ്റെയും ബാബുരാജിൻ്റെയും MK അർജുൻ്റെയും
ക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. മാൻഡലിൻ ഉണ്ടായിരുന്നു, ഗിറ്റാറിസ്റ്റായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ദ്രജാലം, പൈതൃകം, തുടർക്കഥ തുടങ്ങിയ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ ശ്രദ്ധേയമായി. തീർച്ചയായും സജീവ, ഈ രാജാവിൻ്റെ മകൻ വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം വരവറിയിച്ചത്. എത്ര സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഒപ്പം ഇന്ദ്രജാലത്തിലെ പായുന്ന യാഗാശ്വം ഞാനും, കുഞ്ഞിക്കിളിയെ കൂടെവിടെയും ഒക്കെ ഇപ്പോഴും ആവർത്തിച്ച് നമ്മൾ ടെലിവിഷൻ ചാനലുകൾ കാണുന്ന പാട്ടുകളാണ്. കിലുക്കത്തിലെ പാട്ടുകൾ ഏത് മലയാളിയാണ് മറക്കുക? പനിനീർ ചന്ദ്രികെ, കിലുകിൽ പമ്പരം, മീനവേനലിൽ അടക്കമുള്ള പാട്ടുകൾ. ഒപ്പം തുടർക്കഥയിലെ ശരറാന്തൽ പൊന്നും പൂവും എന്ന ഗാനം എത്ര സൂപ്പർ ഹിറ്റാണ് എന്നോർക്കണം. ജോണി വാക്കറിലെ ചാഞ്ചക്കം തന്നെയും പൂമാരിയിലും ശാന്തമീ രാത്രിയിലും ഇന്നും മൂളാത്ത മലയാളികൾ ഇല്ല. കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി എന്ന ഗാനം ഏത് ഫംഗ്ഷനും വലിയ ഗംഭീരമായി ആലപിക്കുന്ന ഒരു ഗാനമാണ്. നാടോടിയിലെ ദൂരെ 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 പാടും, ഒപ്പം കുഞ്ഞുപാവയ്ക്കുന്നല്ലോ, ഇതൊക്കെ മോഹൻലാലിൻ്റെ ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഗാനമാണ്. ധ്രുവത്തിലെ പാട്ടുകൾ ഏത് മലയാളിയാണ് മറക്കുക? തളർവെറ്റിലയുണ്ടോ വരദക്ഷിണ വെക്കാൻ, തുമ്പിപ്പെണ്ണേ വാവാ. അങ്ങനെ ഇപ്പോൾ ഇഞ്ചിക്കാടൻ മത്തായി പോലെയുള്ള ഓഫ് ബീറ്റ് സിനിമകളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏറെ പ്രശസ്തമായിരുന്നു. പാതിര കൊട്ടാരങ്ങളിൽ എന്ന ഗാനമൊക്കെ ഇപ്പോൾ അടിച്ചുപൊളി പാട്ടായി ഉണ്ടായിരുന്ന പാട്ടുകളായിരുന്നു. അപ്പം പൈതൃകം പോലെയുള്ള സിനിമകളിൽ സീതാ കല്യാണ വൈഭോഗമേ, വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ, നീലാഞ്ജന പൂവിൽ, ഇതൊക്കെ അങ്ങനെ ഞാൻ ചോദിച്ചതുപോലെ ഏത് ജോണറിലുള്ള പാട്ടുകളും വഴങ്ങുന്ന ഒരു സംഗീത സംവിധായകൻ. ഇപ്പോൾ മറ്റ് സംഗീത സംവിധായകരെ എടുത്താൽ ഒരുപക്ഷെ അവർക്ക് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് സോങ്സിൻ്റെ ആളുകളായിരിക്കാം. പക്ഷേ SP വെങ്കടേഷിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് ഏത് ജോണറിലുള്ള പാട്ടുകളും വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ എന്ന് തന്നെയല്ലേ സജീവ്? രഞ്ജിത്ത്, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ, ഒരുപക്ഷെ പാശ്ചാത്യ സംഗീതത്തിൻ്റെ പിന്നണിയുള്ള മനോഹരമായ കർണാട്ടിക് ചേരുവയുള്ള ഗാനങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു അല്ലെങ്കിൽ സൃഷ്ടിച്ചു. ആ പാട്ടുകളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ മലയാളത്തിലും തമിഴ്നാട്ടിലും ഒപ്പം കന്നഡയിലുമെല്ലാം തന്നെ വലിയ ഹിറ്റുകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലുക്കത്തിലെയും അതുപോലെ ഈ ശാന്തമീ രാത്രിയിലുമൊക്കെ തന്നെ ആളുകൾ താളം ഇട്ട് പാടിയ പാട്ടുകളാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിരിക്കുന്നത് MG ശ്രീകുമാറാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒട്ടേറെ പാട്ടുകൾ MG ശ്രീകുമാർ പാടി ഹിറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരിക്കൊപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്ന പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ തന്നെ മ്യൂസിക് ചെയ്ത ശേഷം, സംഗീതം ചെയ്ത ശേഷം സംഗീതത്തിനൊത്ത് വരികൾ എഴുതുന്ന തരത്തിലുള്ള ഒരു സംഗീത രീതിയാണ് അദ്ദേഹം അനുവർത്തിച്ചിരുന്നത്. എങ്കിലും അത് ഈണമിട്ട്